ഹലോ ഫ്രണ്ട്സ്, 1 മിനിറ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് 40 ഏക്കേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ലോകത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 14 വർഷങ്ങൾക്കും അപ്പുറം ഭൂമിയിലുള്ള അനിമൽ ബയോസ്ഫിയർ കംപ്ലീറ്റ്ലി വൈപ്പൗട്ടായി പോയിരുന്നു. ഫുഡ് സപ്ലൈ ചെയിനുകൾ ആകെ തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് ലോകത്ത് ഏറ്റവും ആവശ്യമായ ഘടകം ഫാം ലാൻഡുകളാണ്. ഫാം ലാൻഡുകൾക്ക് വേണ്ടി ആൾക്കാർ എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഫാമിലിക്ക് സ്വന്തമായുള്ള ഫാം ലാൻഡ്, 40 ഏക്കേഴ്സ് ഫാം ലാൻഡ്, അവരെങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അവർ അറ്റാക്ക് ചെയ്യുന്ന കാനിബിൾസ്, ആ കാനിബിൾസ് ആയിട്ടുള്ള ആൾക്കാർ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളും മറ്റും. ഇനി സിനിമയുടെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഡാനിയൽ ഡെഡ്വെയിലറാണ് ഇതിൻ്റെ ലീഡ് ആക്ട്രസ് ആയിട്ട് വരുന്നത്. പുള്ളിക്കാരുടെ ഗംഭീരമായ പെർഫോമൻസ് ആണ്. പുള്ളിക്കാരുടെ കൂടെ വരുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും കിടലാണ്. ഓരോ സീനിൻ്റെയും തീവ്രത ഓഡിയൻസിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആർട്ട് ആൻഡ് സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻറ്റ് ഹാൻഡ് ഓൺ ഹാൻഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വയലൻസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് വയലൻസ് ഉണ്ട്. ആ വയലൻസ് കൃത്യമായി കഥ പറയാനായിട്ട് സഹായിക്കുന്നുണ്ട്. തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റു ചിത്രം വരിക്കും. ബൈ.